ഹായ് എവരിവൺ, എല്ലാവർക്കും ഹെയ്ബിൾ വ്ളോഗ്സ് ആൻഡ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ ഡെലിവറി ജോബിനെ കുറിച്ചാണ്. അതായത് സൊമാറ്റോ, സ്വിഗ്ഗി അതുപോലുള്ള ഓൺലൈൻ ഡെലിവറി കുറേ ജോബുകളുണ്ട്. അത് നല്ലതാണോ, എത്രത്തോളമൊക്കെ മെച്ചമുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ ഞാൻ പോകുന്നൊരു വ്യക്തിയാണ്. ഇപ്പോൾ ഒരു 3 ആഴ്ച ഇടയ്ക്കായിട്ട് ഈ 2 കമ്പനിയുടെയും ഞാൻ പോകുന്നുണ്ട് അത്യാവശ്യം. അപ്പോൾ ഇത്രയും ദിവസത്തെ ഒരു ഓട്ടവും അനുഭവം വെച്ചിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ശരിക്കും നമുക്ക് നല്ലതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാത്തൊരു രീതിയിൽ കിട്ടും. നമുക്ക് ഫിക്സഡ് സാലറിന്ന് പ്രതീക്ഷിച്ചാലും ഇനി പോകാൻ പറ്റും. അതായത് ഇപ്പോൾ അങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ദിവസം നമുക്ക് പൈസ കിട്ടുന്ന കുറവായിരിക്കും, ചില ദിവസം കൂടുതലായിരിക്കും. ചില ദിവസം ഇപ്പോൾ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്കൊക്കെ ആദ്യത്തെ ദിവസം ഞാൻ 2 കമ്പനിയുടെ ഓടുന്ന ഒരു ആളാണ്. അതായത് സ്വിഗ്ഗി എന്ന് പറഞ്ഞ ഒരു കമ്പനിയുണ്ട്, സൊമാറ്റോ എന്ന് പറഞ്ഞ കമ്പനിയുണ്ട്. അപ്പോൾ ഈ 2 കമ്പനിയുടെയും ഓടുന്ന ഒരു ആളാണ്. അപ്പോൾ ഞാൻ പക്ഷേ സ്റ്റാർട്ട് ചെയ്ത് സൊമാറ്റോ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. ഞാൻ ആദ്യമേ ഈ ഫുഡിൻ്റെ ഇത് സ്റ്റാർട്ട് ചെയ്തത്, അതായത് ഡെലിവറി ജോബിൻ്റെ. എനിക്ക് ആദ്യത്തെ ദിവസം കിട്ടിയ എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും 202 രൂപ, 202 205 അങ്ങനെ കണ്ട് പൈസയാണ് കിട്ടിയത് ആദ്യത്തെ ദിവസം ഓടി കിട്ടിയത്. അപ്പോൾ അന്നത്തെ ദിവസം എനിക്ക് അറിയത്തില്ലായിരുന്നു, കാരണം ഞാൻ ഫസ്റ്റ് ഡേ തുടക്കം ആയതുകൊണ്ടാണ് അത്ര ഇത് കിട്ടിയത്. രണ്ടാമത്തെ ദിവസം എനിക്ക് 1000 അതായത് 999 ആ ഒരു റേഞ്ച്, 1000 പൈസ കിട്ടി. അപ്പോൾ ആദ്യത്തെ ആഴ്ച ചെറിയൊരു ചടപ്പുണ്ടായിരുന്നു, കാരണം അറിഞ്ഞ് വരുന്നതുകൊണ്ടായിരുന്നു. കാരണം എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓടുന്നത് കൂത്താട്ടം ഏരിയയാണ്, കൂത്താളം സോണിലാണ് ഞാൻ ഓടുന്നത്. അപ്പോൾ അവിടെ ഓടുന്നവരോടൊക്കെ ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാണ് ആദ്യത്തെ ദിവസം ഞാൻ ഈ സംഭവത്തിന് ഞാൻ ഓടിയത്. അപ്പോൾ ആദ്യത്തെ ഒരു ആഴ്ച കൂടിയും കുറഞ്ഞും ഒക്കെ ആയിരുന്നു. പിന്നത്തെ ആഴ്ച അതിനെക്കുറിച്ച് മനസ്സിലായി. പിന്നെ ഇതിൽ ഓടുമ്പോൾ ഇൻസെൻറ്റീവും കാര്യങ്ങളൊക്കെ കിട്ടും. അതായത് ഈ സൊമാറ്റോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഓടുമ്പോൾ അത് കിട്ടണമെങ്കിൽ അവർ പറയണ ഒരു കാര്യം കമ്പൽസറി ആയിട്ട് നോക്കണം. അതായത് ഇൻസെൻറ്റീവ് ദിവസേന ഉണ്ട്, 500 രൂപ വെച്ച് ദിവസേന നമുക്ക് ഇൻസെൻറ്റീവ് കിട്ടും. പക്ഷേ അത് കിട്ടണമെങ്കിൽ അവർ പറയുന്നൊരു ടൈം നമ്മളവിടെ കമ്പൽസറി ആയിട്ട് നിൽക്കണം. അതായത് ഉച്ചയ്ക്കൊരു 12 തൊട്ട് വൈകുന്നേരം 3 മണി വരെ അതിൽ 2.25 മണിക്കൂർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ വൈകിട്ടുള്ളതിൽ വൈകിട്ടും ഉണ്ട്. അപ്പോൾ വൈകിട്ടുള്ളതിൽ 6 മണി തൊട്ട് ഒരു 9 to 10 എനിക്ക് തോന്നുന്നു ആ ഒരു ടൈം. അതിലും 2.25 മണിക്കൂർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം, എന്നാലേ നമുക്ക് ഇൻസെൻറ്റീവ് കിട്ടുള്ളൂ. അപ്പോൾ അതിൽ 1 മണിക്കൂർ, അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ പകലും രാത്രിയും കൂടെ നോക്കിയിട്ടാണ് അവർ ചെയ്യണത്. അപ്പോൾ അതിൽ നമ്മൾ ഉച്ചക്കത്തെ മാത്രം, ഇപ്പോൾ ഉച്ചക്കത്തെ ഇൻസെൻറ്റീവിൻ്റെ ടൈം കംപ്ലീറ്റ് ആയെന്ന് വെച്ച് രാത്രിത്തെ ടൈം കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഇൻസെൻറ്റീവ് കിട്ടത്തില്ല. അപ്പോൾ എൻ്റെ ഒരഭിപ്രായം വെച്ച് പറയുകയാണെങ്കിൽ സൊമാറ്റോ ഓടുന്നവരൊക്കെ ആണെങ്കിൽ ഇൻസെൻറ്റീവ്, അതായത് നമുക്ക് ഡെയിലി 500 വെച്ച് കിട്ടുന്നതാണ് ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാനാണെങ്കിൽ നമുക്ക് ഫുൾ ഡേ ഓടുവാണെങ്കിൽ സൊമാറ്റോയാണ് ഇച്ചിരൂടെ നമുക്ക് ബെറ്ററായിട്ട് തോന്നുന്നത്. കാരണം സൊമാറ്റോയിൽ ഓട്ടത്തിന് കിട്ടുന്ന പൈസ കുറവായിരിക്കും. അതൊരു ചിലപ്പോൾ 100 കിട്ടുന്ന വളരെ ചുരുക്കം ചില ഓട്ടമായിരിക്കും 100 രൂപയ്ക്ക് കിട്ടുന്നത്. അധികവും എനിക്ക് കിട്ടിയിട്ടുള്ള 100 താഴേക്കാണ് നമുക്ക് ഓടിയിട്ട് കിട്ടിയിട്ടുള്ള പൈസ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇൻസെൻറ്റീവും കൂടെ ആകുമ്പോൾ ഒരു ദിവസം ഓടി തന്നെ നമുക്കൊരു 400 500 സംതിങ് എങ്ങനെ വന്നാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അല്ലെ 500 പോട്ടെ, അത്ര വരും. അതിൻ്റെ കൂടെ ഈ 1000 രൂപ 500 രൂപ ഇൻസെൻറ്റീവ് കൂടെ വരുമ്പോൾ എങ്ങനെ വന്നാലും ഒരു ദിവസം 1000 അടുക്കെ, ചിലപ്പോൾ 1000 കടക്കാം, ചിലപ്പോൾ 1000 താഴെയാകാം. നമുക്കത് ഫിക്സഡായിട്ട് ഉറച്ച് പറയാൻ പറ്റത്തില്ല.
അപ്പോൾ ഇൻസെൻറ്റീവും കൂടെ അതായത് ഫുൾ ഡേ നോക്കുവാണെങ്കിൽ ഇതാണ് ബെറ്റർ. അതായത് സൊമാറ്റോയുടെ ബെറ്റർ. അതാകുമ്പോൾ നമുക്ക് ഇൻസെൻറ്റീവും കാര്യങ്ങളും 5 രൂപ ഇൻസെൻറ്റീവ് അത് എല്ലാ ദിവസവും ഉണ്ട്. പക്ഷേ ഈ ഒരു മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ അതായത് 8.5 മണിക്കൂർ അങ്ങനെ എന്തോ തോന്നേ ഇൻസെൻറ്റീവ് മറ്റേ സൊമാറ്റോയിൽ. പിന്നെ 7 ഓർഡറും കംപ്ലീറ്റ് ചെയ്യണം. ഇത്രയും ചെയ്താൽ നമുക്ക് പിന്നെ അവർ പറയണ ഞാൻ പറഞ്ഞ ടൈമും അതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെയിലി 500 രൂപ ഇൻസെൻറ്റീവും പിന്നെ നമ്മൾ ഓടി കിട്ടണം കൂടെ കൂട്ടി നമുക്ക് സമ്പാദിക്കാൻ പറ്റും. പിന്നെ ഇതിൽ മെഡലും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം മെഡൽ കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഓട്ടവും കൂടും. പിന്നെ മെഡൽ കുറഞ്ഞാൽ അതിനനുസരിച്ച് ഓട്ടവും കുറയും. ഇതിൽ മെഡലിൻ്റെ ഇതിൽ തന്നെ 4-5 സ്റ്റെപ്പായിട്ടാണ് മെഡൽ വരുന്നത്. അതായത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബ്ലൂ എന്ന് പറയണതാണ്. രണ്ടാമത്തേത് ബ്രോൺസ്, മൂന്നാമത്തേത് സിൽവർ, അടുത്തത് ഡയമണ്ട്, അത് കഴിഞ്ഞിട്ട് സൂപ്പർ. അതിൽ ഏറ്റവും മേളിലുള്ളതാണ് സൂപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മെഡലും കൂടെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഇച്ചിരൂടെ ബെറ്ററാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും താഴെ നിൽക്കുന്ന ആൾക്ക് ഇപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ ഇന്നൊരു ഓട്ടം ഓടുവാണ്. അപ്പോൾ അവന് ഇന്നിപ്പോൾ ഓടുന്ന ആൾക്ക് നാളത്തേക്ക് മാത്രമേ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നാളത്തേക്കുള്ള സ്ലോട്ട് മാത്രമേ നമുക്ക് ഓപ്പണായി കിട്ടുള്ളൂ. എല്ലാ ദിവസവും ഇതിൻ്റെ സ്ലോട്ട് അതായത് സൊമാറ്റോയിൽ എല്ലാ ദിവസവും നാളത്തേക്കുള്ള സ്ലോട്ട് ഓപ്പൺ ആവുന്നത് 3:40 ആകുമ്പോഴാണ്. ഒരു 3:40 കഴിയുമ്പോൾ ഒരു 40-41 ആകുമ്പോൾ തന്നെ കയറി നോക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഇപ്പോൾ ഈ കുറച്ച് 1-2-3 ദിവസമായിട്ട് ഒന്നും കിട്ടുന്നില്ല. കാരണം ആൾക്കാർ കൂടി വരുന്നതുകൊണ്ടാണോ എനിക്കറിയത്തില്ല, അപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ മെഡൽ കൂടുന്നതനുസരിച്ച് നമുക്ക് ഓട്ടം കൂടും. പിന്നെ അധികം ഡിലേയും വരുത്താതെ നല്ല സർവീസ് കൊടുക്കാൻ നോക്കുക എല്ലായ്പ്പോഴും. പിന്നെ മെഡൽ കൂടുന്നതിനനുസരിച്ച് ഓട്ടം കൂടും, കുറയുന്നതിനനുസരിച്ച് കുറയുകയും ചെയ്യും. പിന്നെ ചെറിയ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഡയമണ്ടിൽ നിൽക്കുന്ന ആൾ ആണെങ്കിൽ നല്ല ഓട്ടം ഉണ്ടാവും ആ പുള്ളിക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചെറിയൊരു എവിടെയെങ്കിലും ഏതൊരു സ്ഥലത്ത് നമ്മളിപ്പോൾ ഒരു ഡെലിവറി കൊടുക്കാൻ പോയി, അപ്പോൾ കൊടുക്കാൻ പോയ ആ സ്ഥലത്ത് ചെറുതായിട്ടൊരു 2 അല്ല 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ ഡിലേ ചെയ്താൽ നമുക്ക് ഈ മെഡൽ കൂടുന്ന പോയിന്റ് ബേസ് ആകാം. അപ്പോൾ ഡിലേ ചെയ്യുന്നതനുസരിച്ച് ചിലപ്പോൾ പോയിന്റ് കുറയും. അങ്ങനെ എൻ്റെ കുറഞ്ഞിട്ടുണ്ട്. എൻ്റെ തുടക്കം 66 ആ ഒരു റേഞ്ചിലായിരുന്നു എന്നത്. ഈ ബ്രോൺസിലേക്ക് കയറുന്നത് 78 കഴിയണം. എൻ്റെ 79 വരെ ആയിരുന്നു. ഇതുപോലെ എന്തോ ചെറിയൊരു ഡിലേ വന്നപ്പോൾ നേരെ 66 കയറി. അതാണ് പറഞ്ഞത്. ഒട്ടും ഡിലേ എടുപ്പിക്കുകയും ചെയ്ത്. എന്നാൽ നമുക്ക് എന്ന് വെച്ച് ഓടി ചത്തു പോകണം എന്നല്ല പറഞ്ഞത്. നമുക്ക് അത്യാവശ്യം സ്പീഡിൽ പോകണം, പക്ഷെ നമ്മുടെ സേഫ്റ്റികൾ നോക്കി പോകണം. കാരണം ഇതിൻ്റെ അകത്ത് എനിക്ക് അത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഇതുപോലെ ചില സമയത്ത് സമയമില്ലാത്ത സമയത്ത് ഞാൻ സ്പീഡിൽ പോയിട്ടുണ്ട്. അന്നേരം സൊമാറ്റോയുടെ ആ ഒരു ആപ്പിൽ നിന്ന് അവർ നമുക്കൊരു പ്രൊട്ടക്ഷനായിട്ട്, അതായത് സ്പീഡ് കൂടിപ്പോണ അവർ എന്നെ കാണിച്ചിട്ടാണെന്ന് എനിക്കറിയത്തില്ല, അവരുടെ ഫോണിൽ ഗോസ്ലോ യുവർ സേഫ്റ്റീസ് അവർ എന്ന് പറഞ്ഞ് നമ്മുടെ സേഫ്റ്റി നോക്കണം എന്ന് പറഞ്ഞ അവരുടെ ആപ്ലിക്കേഷനിൽ നിന്ന് ഒരു മെസ്സേജ് വന്നു. അപ്പോൾ സൊമാറ്റോയിൽ ഓടുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യം. പിന്നെ നമുക്ക് അതിൽ ജിഗ് പൈസ ആണ് ഇത് വരുന്നത്, അതായത് ബുക്കിംഗ് വരുന്നത്. രാവിലെ 8 തൊട്ട് വൈകിട്ട് 12 വരെയാണ് ഇതിൻ്റെ ജിഗ് ബുക്കിംഗ് ടൈം വരുന്നത്. ഓരോ മണിക്കൂർ വെച്ചിട്ടാണ് ഇതിൻ്റെ ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ഇച്ചിരി 2 മണിക്കൂർ കൂട്ടിയാണ്, അതായത് 12 to 3 അതൊറ്റ ജിക്കായിരിക്കും ഉച്ചക്കത്തെ. പിന്നെ രാത്രിയിലത്തെ ജിഗ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം 6 മണി തൊട്ട് 9 to 10 ആ ഒരു റേഞ്ച്, 6 to 9 മണി വരെയാണ് ആ ഇൻസെൻറ്റീവിൻ്റെ റേഞ്ച്. ഞാൻ മറ്റേ 12 പറഞ്ഞു, ഇൻസെൻറ്റീവിൻ്റെ ആ റേഞ്ചാണ് ടൈം ബുക്ക് ചെയ്യാൻ പറഞ്ഞത്. പിന്നെ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ, അതായത് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എന്ന് ലീവ് എടുക്കാൻ തോന്നുന്നു അന്ന് ലീവും കാര്യങ്ങളൊക്കെ എടുക്കാം. പക്ഷേ അന്നത്തെ ദിവസത്തെ പൈസ നമുക്ക് കിട്ടത്തില്ലെന്നേ ഉള്ളൂ. നമുക്ക് ലീവും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം. പിന്നെ
അടുപ്പിച്ച് ലീവ് എടുക്കാതിരിക്കാൻ നോക്കുക. കാരണം അത് നമ്മുടെ ഓട്ടത്തിനെയും അല്ല, നമ്മുടെ റാങ്കിനെ ബാധിക്കും. അതായത് റാങ്കിൽ കിട്ടുന്ന ഒരു പോയിൻ്റ് ഉണ്ട്, പോയിൻ്റ് കയറുന്നതനുസരിച്ചാണ് ഈ റാങ്ക് നമുക്ക് കയറുന്നത്. അപ്പോൾ ഒത്തിരി അതായത് അടുപ്പിച്ചൊരു 3-4 കറക്റ്റ് എനിക്കറിയത്തില്ല, അങ്ങനെ സുഖമില്ല, അടുപ്പിച്ച് ലീവ് കുറേ ദിവസം എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പോയിൻ്റ് കുറയുന്നതിനും ബാധിക്കും. അപ്പോൾ അങ്ങനെയും കാര്യങ്ങളുണ്ട്, അത് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ വേറൊരു കമ്പനിയും കൂടെ ഓടുന്നുണ്ട്, സ്വിഗ്ഗി എന്നാണ് പേര്. അത് ഇതിപ്പോൾ ഈ സൊമാറ്റോ എന്ന് പറഞ്ഞ ഫുഡ് മാത്രമേ ഉള്ളൂ. മറ്റേ സ്വിഗ്ഗി എന്ന് പറയണ അതിനും കൂടെ ഓടുന്നുണ്ട്. അതിൻ്റെ ഇതുപോലെ നേരത്തെ ഞാൻ കയറിയ ടൈമിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ ജിക്കെല്ലാം ബുക്ക് അയക്കാണ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ സോണി ചെല്ലുമ്പോൾ ഓപ്പണാക്കി വെട്ടാൽ മതി, അതായത് ഓൺലൈനാക്കി കൊടുത്താൽ മതി. ഈ മറ്റേ സ്വിഗ്ഗിയുടെയും അല്ല സൊമാറ്റോയുടെയും ഓൺലൈനാക്കി തന്നെ സോളിൻ്റെ അകത്ത് കയറുമ്പോൾ ഓൺലൈനാക്കിയിട്ടാൽ മതി. ഓർഡർ വരുന്നതിനനുസരിച്ച് അടിക്കും. എല്ലാ കാര്യവും ഓട്ടോമാറ്റിക്കായിട്ട്, അതായത് സ്വിഗ്ഗിയുടെയും സൊമാറ്റോയുടെയും ഓർഡർ അടിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം ഒരുപോലെയാണ്. നമുക്ക് കിട്ടുന്ന ഓർഡർ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഏത് ഹോട്ടലിൽ നിന്നാണെന്ന് ഉള്ള കാണിക്കും, പേര് കാണിക്കും, അങ്ങോട്ടുള്ള ലൊക്കേഷനും കാണിക്കും. ആ ലൊക്കേഷൻ നോക്കി പോവുക. അത് കഴിഞ്ഞിട്ട് ഹോട്ടലിൽ ചെന്ന് സാധനം എന്താ വെച്ചാൽ ചിലതിനൊക്കെ നമ്പർ വൈസാണ് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ ചെന്ന് പറയുക, ഹോട്ടലിലെ ലൊക്കേഷനിൽ ചെന്ന് റീച്ച് ലൊക്കേഷൻ, അങ്ങനെ കുറേ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അതിൽ ചെയ്യാനുള്ള ഇത് വരും. അപ്പോൾ റീച്ച് ലൊക്കേഷൻ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഓർഡർ പിക്കഡ് എന്ന് പറഞ്ഞു കൊടുക്കുക. അത് കഴിഞ്ഞ് പിന്നെ നേരെ കസ്റ്റമറുടെ ലൊക്കേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ സൊമാറ്റോയിൽ വരുന്നത് അധികവും കുറഞ്ഞ ഏരിയയിലുള്ള ഓർഡറുകളാണ് വരുന്നത്. ഒരു 10 കിലോമീറ്ററിൻ്റെയൊക്കെ താഴെയാണ് സൊമാറ്റോയിൽ ഓർഡറുകൾ വരുന്നത്. അതുപോലെ തന്നെ അതിന് പ്രൈസും കുറവായിരിക്കും സൊമാറ്റോയിൽ വരുന്നതിന്. സ്വിഗ്ഗിയുടെ എന്ന് പറയുമ്പോൾ നേരെ തിരിച്ചാണ്. അതിൽ ജിക്ക് ഇപ്പോൾ ഞാൻ കയറിയ സമയത്ത് ചുമ്മാ ഓൺലൈനാക്കി ഇട്ടാൽ മതിയായിരുന്നു. ഫോണിൽ ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അടിക്കും. ഇപ്പോൾ നമ്മൾ ഏത് ജിക്കാണോ അതിപ്പോൾ ഈ സൊമാറ്റോ പോലെ ആയേക്കുവാണ്. നമ്മൾ ജിക്ക് ബുക്ക് ചെയ്യുന്നതിനനുസരിച്ചാണ് സ്വിഗ്ഗിയിൽ നമുക്ക് കയറാൻ പറ്റുള്ളൂ, അല്ലാതെ കയറാൻ പറ്റത്തില്ല. പിന്നെ ഇതിൽ വരുന്നത് മൊത്തം ലോങ്ങാണ്. അതായത് എനിക്ക് കിട്ടിയിട്ടുള്ളതെന്ന് പറയാനായിട്ട് പിറവം, തൊടുപുഴ, അങ്ങനെ രാമപുരം, അങ്ങനെ ആണ് കിട്ടിയത്. കാരണം ഞാൻ നിൽക്കുന്നത് കൂത്താട്ടുളം സോണിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ സ്വിഗ്ഗിയിലൊക്കെ ഓർഡർ അടിക്കുന്നത് ചിലപ്പോൾ വരുന്നത് 10 കിലോമീറ്റർ, 16 കിലോമീറ്റർ, 18 കിലോമീറ്റർ, ചിലപ്പോൾ 20 കിലോമീറ്ററൊക്കെ വരെ കയറി വന്നെന്ന് വരാം. പക്ഷെ അതിനനുസരിച്ചുള്ള പൈസയും അതിൻ്റെ അകത്ത് വരും. ചിലപ്പോൾ 100-നും 200-ഉം 100-ൻ്റെ ഇടയ്ക്കും അങ്ങനെയൊക്കെ ഏറ്റക്കുറച്ചിൽ വരാം. പക്ഷേ ഇൻസെൻറ്റീവ് ഇതിൻ്റെ അകത്ത് കുറവാണ്. ആകെ 250-80 അങ്ങനെ വേണ്ട ഇൻസെൻറ്റീവ് ഉള്ളൂ ഡെയിലി. സൊമാറ്റോനെ അപേക്ഷിച്ച് സ്വിഗ്ഗിയിൽ ഇൻസെൻറ്റീവ് കുറവാണ്. അപ്പോൾ നമുക്ക് സ്വിഗ്ഗി തിരഞ്ഞെടുക്കണമെങ്കിൽ പാർട്ട് ടൈം എന്നുള്ള രീതിയിൽ നമുക്ക് സ്വിഗ്ഗി തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. കാരണം സ്വിഗ്ഗിയുടെ ഇൻസെൻറ്റീവ് നോക്കി നിന്നിട്ടുണ്ട് കാര്യം ഉണ്ടാവും. എനിക്ക് കാരണം ഇതുവരെ ഞാൻ ഓടിയിൽ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാരണം അല്ലാതെ തന്നെ ഇൻസെൻറ്റീവ് കിട്ടാതെ തന്നെ നമുക്ക് സ്വിഗ്ഗിയിൽ അത്യാവശ്യം ഓടി 100-500 മുകളിൽ ഉണ്ടാക്കാൻ പറ്റും ഓടി തന്നെ. മറ്റേ സൊമാറ്റോയിൽ അങ്ങനെ പറ്റില്ല. സൊമാറ്റോയിൽ ഓടാറുന്ന അനുസരിച്ച് പൈസ കുറയ്ക്കും, പക്ഷേ ഇതിൽ പൈസ കൂടുതലായിരിക്കും സ്വിഗ്ഗിയിൽ. അപ്പോൾ എനിക്ക് ഇച്ചിരി ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് ഇൻസെൻറ്റീവിൻ്റെ കാര്യത്തിൽ സൊമാറ്റോയാണ് ഇച്ചിരി ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത്. സ്വിഗ്ഗി ഇച്ചിരിയോടെ പുറകോട്ടാണ്. കാരണം ഇൻസെൻറ്റീവ് പെർ ഡേ ഉണ്ടെങ്കിലും അതിൽ പക്ഷേ 9.5 മണിക്കൂറും പിന്നെ 12 ഓർഡർ ദിവസേന എടുക്കണം. എന്നെങ്കിലേ നമുക്ക് ആ ഒരു ഇൻസെൻറ്റീവ് കയറുള്ളൂ. എനിക്കറിയത്തില്ല, കാരണം എനിക്കിതുവരെ ഇങ്ങനെ കയറി കാണിച്ചിട്ടില്ല. 250 രൂപയാണ് ഇൻസെൻറ്റീവ് കയറിയതായിട്ട് കാണിച്ചിട്ടുള്ളത് എനിക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തെ ഒരു 2 ഈ ഡെലിവറി കമ്പനിയുടെ ഒരു ഇത്. പിന്നെ ഇതിൽ ഞാനിപ്പോൾ കൂത്താളത്ത് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഫുഡിൻ്റെ മാത്രമേ സ്വിഗ്ഗിയുടെ പറ്റുള്ളൂ. എനിക്ക് സ്വിഗ്ഗിയിലോട്ട് കയറിയപ്പോൾ കൂത്താളത്ത് സോണിലായിരുന്നു. ഞാൻ മൂവാറ്റുപുഴ കിടന്ന് ഓടിയിട്ടാണ് അങ്ങോട്ട് കൂത്താളത്തേക്ക് മാറ്റിയെടുത്തത്. ഞാൻ മൂവാറ്റുപുഴയിൽ ഇത് സ്വിഗ്ഗിയുടെ
ഈ കൂത്താളത്തെ സോണിലോട്ട് ആക്കാൻ വേണ്ടി മൂവാറ്റുപുഴ കിടന്ന് ഓടിയപ്പോൾ ഉള്ള കാര്യം പറയുകയാണെങ്കിൽ ചെന്ന് കയറിയതേ എനിക്ക് ഓർമ്മയുള്ളൂ. കാരണം ചെന്ന് കയറിയൊരു 10 മിനിറ്റ് അത്രയും കണ്ടായി കാണുകയുള്ളൂ. അത്രയും ഒരു ടൈമായി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഓർഡർ അടിക്കാൻ തുടങ്ങിയതാണ്. പിന്നെ നിർത്തിയിട്ടില്ല. കാരണം അതുപോലെ ലോങ്ങാണ് വരുന്നത്. പിന്നെ മൂവാറ്റുപുഴ ആയതുകൊണ്ട് മൂവാറ്റുപുഴ എന്ന് പറഞ്ഞാൽ ഒരു ടൗൺ അറിയാലോ, നല്ല പിന്നെ നമ്മുടെ കൂത്താട്ടുള്ളത്തെ ടൗണെ പോലെ ചെറിയ ടൗണില്ല, ഇച്ചിരി അത്യാവശ്യം വലിയ കൂടുതൽ സ്ഥലമുള്ള ടൗണാണ്. അപ്പം അതിനനുസരിച്ചുള്ള ഓർഡറും നല്ലപോലെ അടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഏതാണ്ട് അന്ന് മൂവാറ്റുപുഴയിൽ നിന്ന് ഓർഡർ കഴിഞ്ഞ് ഏതാണ്ട് പോയത് 9:15 കണ്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പോയത്. അപ്പോൾ അന്ന് അത്ര ഓർഡർ 12 ഓർഡറെങ്കിലും മിനിമം നമ്മൾ ഇതിലെടുക്കണം, സ്വിഗ്ഗിയിൽ. എന്നാലേ നമുക്ക് ഇൻസെൻറ്റീവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. പിന്നെ അവർ പറയണ മണിക്കൂർ നമ്മൾ തയ്ക്കണം, എന്നാലേ കിട്ടുള്ളൂ. പിന്നെ മറ്റേ നേരെ മറിച്ച് സൊമാറ്റോയിലാണെങ്കിൽ ഒരു ദിവസം 7 ഓർഡർ എടുത്താൽ മതി. പിന്നെ 8.5 മണിക്കൂറോ അങ്ങനെ എന്തോ അത്ര കണ്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി. അതായത് ഞാനൊക്കെ ഇരിക്കുന്നത് രാവിലെ ഒരു 10 മണി തൊട്ട് വൈകിട്ടൊരു 9 മണി വരെയൊക്കെയാണ് ഇരിക്കണേ. അതിൽ ഒരു ഇത്ര മണിക്കൂർ 8.5 മണിക്കൂർ അങ്ങനെയാണ്ട് 8.5 മണിക്കൂർ ആ ഒരു അങ്ങനെ എന്തോ ഒരു ടൈമാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് എനിക്ക് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് പറയണതാണ്, അറിയാവുന്ന ഇത്ര നാളത്തെ ഓടിയിട്ടുള്ള ഇത് വെച്ചിട്ട് പറയണതാണ്. 8 മണിക്കൂർ അങ്ങനെ കണ്ടാണ് എനിക്ക് ഇച്ചിരി ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത്. ഇൻസെൻറ്റീവ് അങ്ങനെയുള്ള എല്ലാ കാര്യത്തിലാണെങ്കിലും തോന്നിയിട്ടുള്ളത് ഈ സൊമാറ്റോയാണ് ഇച്ചിരി ബെറ്ററായിട്ട് തോന്നിയിട്ടുണ്ടെന്ന് പറയാനായിട്ട്. പിന്നെ ഇപ്പം ഞാൻ ജസ്റ്റ് ഇത്ര നാളത്തെ, അതായത് ഇപ്പോൾ ഞാനിപ്പോൾ കയറി ഇതിൽ ജോയിൻ ചെയ്തിട്ട് 3 ആഴ്ച കഴിയുന്നതേ ഉള്ളൂ. ഈ ആഴ്ച ആകുമ്പോൾ 4ാമത്തെ ആഴ്ച പിന്നീടുമാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്യുകയാണ്. താല്പര്യമുള്ളവർ ഇതിന് പോവുക. അതായത് അപ്പോൾ താല്പര്യമുള്ളവർ ഇതിന് പോവുക. ഞാൻ ഇച്ചിരിയോടെ റെക്കമെൻഡ് ചെയ്യുന്ന ഏത് ടൈപ്പുള്ളവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയൊക്കെ ഓടിക്കാൻ ഇഷ്ടമുള്ളവരും, അതായത് ഡ്രൈവിങ്ങിനോട് താല്പര്യമുള്ളവർക്കും അങ്ങനെ ട്രാവലിങ് അങ്ങനെയൊക്കെ ഇഷ്ടമുള്ളവരും ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. കാരണം വണ്ടി ഓടിക്കാൻ താല്പര്യം എന്ന് പറയുമ്പോൾ ഇതിന് വേണ്ടത് നമുക്ക് വണ്ടിയും മാത്രമേ ഉള്ളൂ, വണ്ടി ലൈസൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ രണ്ടിൻ്റെയും പെട്രോൾ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ എടുക്കേണ്ട വരും. കമ്പനി നമുക്ക് തരത്തില്ല. കമ്പനി ഞാൻ ഇതിൽ ചോദിച്ചപ്പോൾ, അതായത് ഈ സൊമാറ്റോയിൽ നിന്ന് ഇൻസെൻറ്റീവോട് കൂടി തന്നെ നമുക്ക് പെട്രോളിൻ്റെ എല്ലാത്തിനും കൂടിയാണ് ഇൻസെൻറ്റീവായിട്ട് തരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് സേവ് ചെയ്യാനായിട്ട് കിട്ടും. വലിയ ചിലവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അത്യാവശ്യം നമുക്ക് സേവ് ചെയ്ത് വയ്ക്കാനുള്ളത് കിട്ടും. അപ്പോൾ പെട്രോളിൻ്റെ എല്ലാത്തിൻ്റെയും നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ എടുക്കണം. അപ്പോൾ ഇച്ചിരിയോടെ ഞാൻ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ വണ്ടി ഓടിക്കാൻ താല്പര്യം, അതായത് വണ്ടിയോടൊക്കെ ഇഷ്ടമാവും, വണ്ടി ഓടിക്കാൻ ഡ്രൈവിങ്ങിനോടൊക്കെ ഒരു ഇഷ്ടമുള്ളവരും ട്രാവലിങ്ങൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ആണെങ്കിൽ പറ്റിയ പണിയാണ് ഈ ഡെലിവറി ജോബെന്ന് ഉള്ളത്. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാവുന്ന ഒരു പണിയാണ്. അല്ലാത്തവരെ ഞാൻ നിർബന്ധിക്കത്തില്ല. കാരണം പലർക്കും പല രീതിയിലാണ് ജോബ്. അതായത് ചിലവർക്ക് ചില ജോലികൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ചിലവർക്ക് ചിലത് ഇഷ്ടപ്പെടത്തില്ല. ചിലവർക്ക് ഡ്രൈവിങ് ഇഷ്ടപ്പെടുന്നവരുണ്ട്, ചിലവർക്ക് എഡിറ്റിങ്, അതുപോലെ പല പല മേഖലകൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഇപ്പം ഞാൻ ഡ്രൈവിങ് റിലേറ്റഡ് ആയിട്ടുണ്ട്. അങ്ങനെ ഡ്രൈവിംഗ് ആയിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ മുൻനിർത്തി ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ഈ 2 കമ്പനീനെ കുറിച്ചും പിന്നെ ഞാൻ ഇത്രയും ദിവസം ഓടിയതിനെ കുറിച്ചൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ എടുത്തത്. അപ്പോൾ ഇതിൽ കയറണമെന്ന് താല്പര്യമുള്ളവർ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതായത് വേണമെങ്കിൽ നമ്പർ തന്നാൽ ഞാൻ ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ അറിയിക്കും, പിന്നെ റെഫറിങ് കാര്യങ്ങളൊക്കെ ചെയ്യിക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസുകൾക്കായിട്ടും അങ്ങനെയുള്ള എല്ലാത്തിനായിട്ടും നമ്മളിന്ന് സപ്പോർട്ട് ചെയ്തിടുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കിതുപോലെയൊക്കെ വീഡിയോ ചെയ്യാനും അതിനുള്ള പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.